ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്കിളിനെല്ലാം അറിയാം. അങ്കിൾ എന്നോടത് പറയണം. മുഴുവനൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഞാൻ പറയാം. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജു എന്നോട് ചെയ്തത്. എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ രാജു മുറിവേൽപ്പിച്ചു. താലി കെട്ടിയ പെണ്ണിനെ രാജു മനഃപൂർവ്വം അവഗണിച്ചു. ഒരു പെണ്ണിന്റെ മനസ്സെന്താണെന്ന് രാജുവിനറിയില്ല. ഞാൻ രാജുവിനെ സ്നേഹിച്ചത് ഒരു വലിയ തെറ്റായിട്ട് രാജു കരുതുന്നു. അയ്യോ അല്ല മാഡം, എന്റെ ലൈഫ് തകർന്നു. അത് ഞാൻ തന്നെ നശിപ്പിച്ചു. എനിക്കൊരല്പ സമാധാനം വേണം. പുറത്തെങ്ങാനും പോയിരിക്കാൻ. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടായേ. അതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രം രാജുവിന്റെ കല്യാണം കഴിച്ചത്. അല്ലാതെ എന്നോട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ പഴയതുപോലെ മതി മാഡം. ഇതാ മോളെ, ലേശം ചുക്ക് കാപ്പിയാ. രാത്രി മഴ നനഞ്ഞതല്ലേ, കുടിച്ചോ, നല്ലതാ. പണ്ട് വലിയ വലിയ മനപ്രയാസങ്ങൾ വരുമ്പോ തറവാടിന്റെ മുറ്റത്ത് വർമ്മ സാറും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങള് അവരവര് തന്നെ പറഞ്ഞു തീർക്കണം. മറ്റാരെയും ഒരിക്കലും അതിൽ ഇടപെടുത്തരുത്. അല്ല, ഞാനും അതിൽ ഇടപെടാനോ മധ്യസ്ഥനായി മാറാനോ ഒന്നുമല്ല. ഒരച്ഛന്റെ വേവലാതി, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ മോളെ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അല്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട, നിങ്ങൾ തന്നെ പരിഹരിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ സാധാരണയാ മോളെ. ഇണക്കത്തിന്റെ മാറ്റുകൂട്ടാൻ ഈ പിണക്കങ്ങളൊക്കെ വളരെ നല്ലതാ. പക്ഷേ ഏത് പിണക്കവും ഒരു 5-10 മിനിറ്റിന് അപ്പുറം കൊണ്ടുപോകരുത്. ഇരുകൂട്ടർക്കും വല്ലാതെ നീറും. എന്തിനാ ദൈവം ദാനം തന്ന ഈ നല്ലൊരു ജീവിതം ഇങ്ങനെ നീറിപ്പുകഞ്ഞ് നശിപ്പിക്കുന്നത്? കണ്ടില്ലേ ഞാനും രാധമ്മയും തമ്മിലുള്ള പിണക്കം? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണങ്ങാറുള്ളതൊന്നുമല്ല. പക്ഷെ ആ പിണക്കം നീണ്ടുപോയപ്പോ എന്തെല്ലാം വേദനകൾ അനുഭവിച്ചു രണ്ടുപേരും. അങ്കിൾ, ഞാൻ വല്ലാത്തൊരു മാനസിക പ്രശ്നത്തില. എന്റെ മനസ്സിൽ തീപ്പ് കിടണമെങ്കിൽ
ചില കാര്യങ്ങൾ അറിയണം. അങ്കിളിനെ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇതെന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്റെ മോളല്ലേ, ഞാൻ എങ്ങനെയാ മോളെ സഹായിക്കേണ്ടത്? മോളിങ്ങോട്ട് പറഞ്ഞാ മതി. എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് അറിയണം. അമ്മയുടെ മാത്രല്ല, അമ്മയുടെയും അച്ഛന്റെ കഥ അറിയണം. അവര് പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് അമ്മമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെന്തിനു പിരിഞ്ഞു? എങ്ങനെ പിരിഞ്ഞു? അങ്കിളിനെല്ലാം അറിയാം. അങ്കിൾ എന്നോടത് പറയണം. മുഴുവനൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന ഞാൻ പറയാം. പറയേ. ഞാനിത് പറയുന്നത് മോളെന്റെ മരുമോളായതുകൊണ്ട് മാത്രമല്ല, മോള് എനിക്ക് കൂടി പ്രിയപ്പെട്ട കോവിലകത്തെ കുട്ടിയാണ്. സൂര്യമംഗലത്തെ കുട്ടി. അറിയേണ്ടതൊക്കെ എന്തായാലും അറിഞ്ഞേ പറ്റൂ. ഒരു സാധാരണക്കാരനാണ് എന്റെ മകൻ രാജു. ഇത്രയും വലിയൊരു തറവാട്ടിലെ പെൺകുട്ടി അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അതുപോലെ ജീവിതം എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞതാ. നമ്മളെയൊക്കെ ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ഓരോ കളികളാ. ഈ ലോകത്തുള്ള മുഴുവൻ പേരുടെയും, മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഇനി ജനിക്കാൻ പോകുന്നവരുടെയും ചരിത്രം എഴുതി വെച്ച് മൂപ്പര് തട്ടുംപുറത്ത് കിടന്ന് ഉറങ്ങുക. വർഷങ്ങൾക്ക് മുമ്പ് മഹാദേവവർമ്മ സാറിന്റെ രാഷ്ട്രീയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ദിവസം ഞാനും സാറും കൂടി അവധി ദിവസം ആഘോഷിക്കാൻ പാണ്ഡവപ്പാറയുള്ള തറവാട്ടിലേക്ക് പോവുകയായിരുന്നു. വേണു, നമ്മുടെ കുറുപ്പ് എങ്ങനെയാ? ആള് കാര്യസ്ഥപ്പണിക്കൊക്കെ പ്രാപ്തനല്ലേ? കഴിവുള്ളവനെ സാറേ. ഒരു കാര്യം ഏൽപ്പിച്ച വളരെ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ആളാ. നമുക്ക് അങ്ങനെ ഒരാളെ ആവശ്യം. എപ്പോഴും കോലോത്തുണ്ടാവുന്ന ഒരാള്. കുറുപ്പ് കോലത്ത് തന്നെ ഉണ്ടാവും. എവിടെ പാനാ? ഭക്ഷണം കഴിക്കണം, ജോലി ചെയ്യണം, ഉറങ്ങണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളെ കുറുപ്പ്. പ്രതാപനല്ലേ വരുന്നത്? അതെ. ഇവനെവിടെ പോകുന്നു? വേണു, വണ്ടി ഒന്ന് നിർത്തിക്കേ. ആ അകലെ